ഒറ്റപ്പാലത്ത് ഓടിത്തുടങ്ങിയ തീവണ്ടിയിൽ കയറാൻ ശ്രമിക്കുന്നതിനിടെ ട്രാക്കിൽ വീണ് ഗുരുതര പരിക്കേറ്റ യാത്രക്കാരന്റെ വലതുകാൽ ശസ്ത്രക്രിയയിലൂടെ യോജിപ്പിക്കാനായില്ല. അപകടം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ശ്രമം വിഫലമാവുകയായിരുന്നു. ചെന്നൈയിലെ ചെറുകിട കച്ചവടക്കാരനായ ഈസ്റ്റ് ഒറ്റപ്പാലം സ്വദേശി പൂളയ്ക്കൽ സിദ്ദിഖ് വ്യാഴാഴ്ച രാത്രി ചെന്നൈയിലേക്കുള്ള യാത്രയ്ക്കായി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതായിരുന്നു. 7:45 ആലപ്പുഴ ചെന്നൈ എക്സ്പ്രസ് തീവണ്ടിയിൽ കയറാൻ ശ്രമിക്കുന്നതിനിടെയാണ് ദാരുണമായ അപകടം. തീവണ്ടിക്കും പ്ലാറ്റ്ഫോമിനും ഇടയിൽ കുടുങ്ങിയാണ് സിദ്ദിഖിന്റെ വലതുകാൽ അറ്റുപോയത്. റെയിൽവേ ജീവനക്കാരും സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന യാത്രക്കാരും ഉൾപ്പെടെ ഏറെ നേരം തിരഞ്ഞാണ് ട്രാക്കിൽ നിന്നും അറ്റുപോയ കാൽ കണ്ടെത്തിയത്. ഗുരുതരമായി പരിക്കേറ്റ സിദ്ദിഖ് കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ്. സാരമായി പരിക്കേറ്റ ഇടതുകാലിൻ്റെ ശസ്ത്രക്രിയ പൂർത്തിയാക്കിയതായാണ് വിവരം. ന്യൂസ് ഫോർ യു ഓൺലൈൻ, ഒറ്റപ്പാലം.